വിദ്യാർത്ഥികളെ, സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 6 ചാപ്റ്റർ 1 മിഡീവിയൽ ഇന്ത്യ ദ സെൻറ്റേഴ്സ് ഓഫ് പവർ. ഈ പാഠത്തിലെ ആശയം എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. മിഡീവിയൽ ഇന്ത്യ ദ സെൻറ്റേഴ്സ് ഓഫ് പവർ എന്ന് പറയുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ പേരിൽ നിന്ന് തന്നെ ഈ പാഠത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മിഡീവിയൽ ഇന്ത്യ എന്ന് വെച്ചാൽ എന്താ? മധ്യകാല ഇന്ത്യ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആർട്ട് ഓഫ് റൈറ്റിങ്ങിന് മുൻപുള്ള കാലത്തെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നും ആർട്ട് ഓഫ് റൈറ്റിംഗ് കണ്ടുപിടിച്ചതിന് ശേഷം എഴുത്തുവിദ്യ രൂപപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടം ഹിസ്റ്റോറിക് പീരീഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഹിസ്റ്റോറിക് പീരീഡിനെ 3ആയിട്ട് നമുക്ക് തിരിക്കാം: ഏൻഷ്യൻ പീരീഡ്, മിഡീവിയൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഏൻഷ്യൻ പീരീഡ് എന്ന് പറയുന്നത് AD 8ാം നൂറ്റാണ്ടിന് മുൻപുള്ള കാലഘട്ടം, ബിഫോർ 8th സെഞ്ച്വറി. മിഡീവിയൽ പീരീഡ് എന്ന് പറയുന്നത് 8th to 18th സെഞ്ച്വറി, 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം, അതാണ് മിഡീവിയൽ പീരീഡ്. മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടം. ഇതിൽ മിഡീവിയൽ പീരീഡിലുള്ള ഇന്ത്യയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അതാണ് മിഡീവിയൽ ഇന്ത്യ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സെന്റേഴ്സ് ഓഫ് പവർ എന്ന് വെച്ചാൽ എന്താ? അധികാര കേന്ദ്രങ്ങൾ. പല രാജവംശങ്ങൾ നമ്മളെ ഭരിച്ചു, ഇന്ത്യയെ, മിഡീവിയൽ ഇന്ത്യയെ ഭരിച്ചു. 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ ഇന്ത്യയെ പലർ ഭരിച്ചു, പല ഡൈനാസ്റ്റീസ്, പല രാജവംശങ്ങൾ ഭരിച്ചു. ഓക്കെ, അത് നോർത്തിൽ ഭരിച്ചു, വെസ്റ്റിലുണ്ട്, സൗത്തിലുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ നമ്മളെ ആരൊക്കെ മിഡീവിയൽ ഇന്ത്യയിൽ ഭരിച്ചു എന്നുള്ളതാണ്, റൂൾ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, വെസ്റ്റിലാരായിരുന്നു, നോർത്തിലാരായിരുന്നു, സൗത്തിലാരായിരുന്നു. നമ്മളൊരു വലിയൊരു മാമ്പഴമായിട്ട് ഈ ചാപ്റ്ററിനെ ചിത്രീകരിച്ചാലേ നമ്മൾ ആരും ഈ മാമ്പഴം നമുക്ക് ഒറ്റയടിക്ക് നമ്മളിങ്ങനെ മിടുങ്ങോ? ഇല്ല. എന്താ ചെയ്യുക? മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യത്? അവരിങ്ങനെ കിട്ടും പൂള്, അല്ലേ? പൂള് പീസാക്കി, അങ്ങനെ ഒരു പീസാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കും. ഒറ്റയടിക്ക് അങ്ങനെ ഒരു തിന്നണേക്കാൾ ഓരോ പീസായിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടും. ഇതുപോലെ ഈ വലിയ ചാപ്റ്റർ അങ്ങനെ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമല്ല. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്തു? 3 കഷ്ണങ്ങളാക്കി. ഓക്കെ, ചില കഷ്ണം വലിപ്പം കൂടും, ചിലത് വളരെ ചെറുതായിരിക്കും. അങ്ങനെ ഓരോ പീസുകൾ നമ്മൾ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങുക. എന്ന് വെച്ചാൽ എന്താ? മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഓക്കെ, ഒന്നാമത്തേത് നോർത്തേൺ സൈഡാണ്, രണ്ടാമത്തെ കഷ്ണം വെസ്റ്റേൺ സൈഡാണ്, മൂന്നാമത്തെ പീസ് സദേൺ സൈഡാണ്. നോക്കാം, നോർത്തിൽ നമ്മളെ ആരൊക്കെ ഭരിച്ചു? നോർത്തിൽ നമ്മൾ ഭരിച്ചത് പ്രധാനമായിട്ട് നോർത്തേൺ സൈഡിൽ മിഡീവിയൽ ഇന്ത്യയിലെ ഡൈനാസ്റ്റീസ്, അതിൽ റൂൾ ചെയ്ത ആളുകളുടെ ഒരു ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. 1 രജപുത്രന്മാർ നമ്മളെ ഭരിച്ചു. 2 അവർക്ക് ശേഷം ചൗഹാൻ ഡൈനാസ്റ്റി. തുടർന്ന് അവർക്ക് ശേഷം മുഹമ്മദ് ഓഫ് ഗോർ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ഗോറിലെ രാജാവായിരുന്ന മുഹമ്മദ് പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ച് തുടർന്ന് തൻ്റെ ഭരണമായിരുന്നു നോർത്തിലുണ്ടായിരുന്നത്. തുടർന്ന് കുത്തബ്ദീൻ ഐബക്ക് മംലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന രാജവംശം സ്ഥാപിച്ചു. അതിനെ തുടർന്ന് ഗൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി ഈ രാജവംശങ്ങളൊക്കെ ഭരിച്ചു. ഈ കാലഘട്ടത്തെ മൊത്തത്തിൽ പറയുന്ന പേരാണ് സുൽത്താനേറ്റ് പീരീഡ്, സൽത്തനത്ത് ഭരണകാലം അല്ലെങ്കിൽ സുൽത്താൻ ഭരണകാലം എന്ന് പറയുന്നത്. തുടർന്ന് ലോധി ഡൈനാസ്റ്റി ക്ഷയിച്ചു. ഒടുവിലായിട്ട് അവരെ കീഴടക്കി മുഗൾ ചക്രവർത്തി, മുഗൾ പീരീഡ്, മുഗൾ ഡൈനാസ്റ്റി വന്നു, മുഗൾ രാജവംശം വന്നു. അതിൽ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പേരുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മുഗൾ ഡൈനാസ്റ്റി ഡിക്ലൈൻ ആയതിനു ശേഷം ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചു. അപ്പോൾ നോർത്തേൺ സൈഡിൽ നമ്മളെ ഭരിച്ചത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ ചാർട്ടിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ഈ നോർത്തേൺ സൈഡിൽ പ്രധാനമായിട്ട് ഈ 5 ആളുകൾ, രജപുത്രന്മാരും ചൗഹാന്മാരും അതുപോലെ മുഹമ്മദ് ഓഫ് ഗോറും കുത്തബ്ദീൻ ഐബക്കും മുഗൾ പീരീഡ് ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിൽ 2 കാലഘട്ടം വളരെ ലോങ് പീരീഡായിരുന്നു. അതിലൊന്നാണ് സുൽത്താനേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേതാണ് മുഗൾ പീരീഡ് എന്ന് പറയുന്നത്.
ഇവരുടെ കാലഘട്ടമാണ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നോർത്ത് സൈഡിൽ നമ്മളെ ഭരിച്ചവരിൽ സുൽത്താൻമാരും മുഗളന്മാരും കുറേ ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മളെ ഭരിക്കാനായിട്ട് റൂൾ ചെയ്യാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ പാഠത്തിൽ ഇത്തിരി ദൈർഘ്യമുള്ള ഭാഗം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ചെറുതാണ്. അപ്പം നോർത്തിൽ കഴിഞ്ഞു. ഇനി നോർത്തിൽ പ്രധാനമായിട്ട് സെൻറ്റേഴ്സ് ഓഫ് പവർ കേന്ദ്രീകരിച്ചൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡൽഹിയാണ്. ഡൽഹി. ഓക്കെ, എന്തുകൊണ്ടാണ് ഡൽഹി സെൻറ്റേഴ്സ് ഓഫ് പവർ ആയിട്ട് അവർ തിരഞ്ഞെടുത്തത്, സെൻറ്റർ ഓഫ് പവർ ആയിട്ട് അവർ തിരഞ്ഞെടുത്തത്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടായിരുന്നു. എന്താ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത? ഒന്ന്, ഇൻഡോ ഗംഗറ്റിക് പ്ലെയിൻ അവിടെയുണ്ട്. സിന്ധു ഗംഗാ സമതലം, അത് വളരെ ഫെർട്ടൈൽ ലാൻഡാണ്, ഫലപുഷ്ടിയുള്ള പ്രദേശം. രണ്ട്, റിവർ യമുനയുടെ തീരത്താണത്. എന്ന് വെച്ചാൽ വാട്ടർ ട്രാൻസ്പോർട്ടേഷനും വാട്ടർ സപ്ലൈക്കും യാതൊരു തരത്തിലുള്ള ക്ഷാമൂല, വളരെ അവൈലബിൾ ആണ്. ആരവല്ലി മൗണ്ടൻ ഉണ്ട്. ഈ മൗണ്ടൻ കൊണ്ട് എന്താ ഗുണം? മൗണ്ടൻ കാരണം പ്രൊട്ടക്ഷൻ ഉണ്ട്, പ്ലസ് ഇതിൽ കൺസ്ട്രക്ഷനായിട്ട് ഇതിൽ നിന്നുള്ള റോക്സുകൾ ഉപയോഗിക്കും. റോഡുകൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ ഈ ആരവല്ലി മൗണ്ടൻസിലെ ബിഗ് റോക്സുകൾ അവർ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഡൽഹി അധികാര കേന്ദ്രമായിട്ട് വളർന്നു വരാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ഡൈനാസ്റ്റിയാണ് വെസ്റ്റ് ഭാഗത്ത് നമ്മളെ ഭരിച്ചത്. അപ്പോൾ ആദ്യത്തെ ഭാഗമാണ് നോർത്ത് സൈഡിൽ, അതാണ് ഇത്ര നേരം പറഞ്ഞത്. 5 ഡൈനാസ്റ്റികൾ ചുരുങ്ങിയതുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നോർത്തേൺ സൈഡിൽ സുൽത്താൻമാരുടെ കാലഘട്ടവും മുഗളന്മാരുടെ കാലഘട്ടമാണ്. ഇവരൊക്കെ അധികാരം കേന്ദ്രീകരിച്ചത് ഡൽഹിയാണ്. കാരണം എന്താ വെച്ചാൽ യമുന റിവറുണ്ട്, ആരവല്ലി മൗണ്ടനുണ്ട്, ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര ആ പ്ലെയിൻ ഉണ്ട്, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ ഉണ്ട്. ഈ സമതലം ഉള്ളത് കൊണ്ടും ഫലപുഷ്ടി ഉള്ളത് കൊണ്ട് ആ പ്രദേശം അവർ ഭരണത്തിനായിട്ട് തിരഞ്ഞെടുക്കാൻ ഇടയായിട്ട് തീർന്നു. അടുത്തത് വെസ്റ്റേൺ സൈഡാണ്. വെസ്റ്റേൺ സൈഡിൽ മറാത്ത ഡൈനാസ്റ്റിയാണ്. അപ്പോൾ ചെറിയൊരു ഭാഗമാണ് ഇതിൽ പഠിക്കാനുള്ളൂ. മറാത്ത ഡൈനാസ്റ്റിയിൽ പ്രധാനപ്പെട്ട റൂളർ, ഭരണാധികാരി എന്ന് പറയുന്നത് ഛത്രപതി ശിവജിയാണ്. ഇവരുടെയും ഒരു പ്രധാനപ്പെട്ട അധികാരം കേന്ദ്രീകരിച്ച സ്ഥലം, ക്യാപിറ്റൽ, തലസ്ഥാനം എന്ന് പറയുന്നത് പൂനെയായിരുന്നു. എന്തുകൊണ്ടാ പൂനെ? കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, ഡൽഹിനെ പറഞ്ഞതുപോലെ, ഇവിടെയും ആരവല്ലി മൗണ്ടൻ റേഞ്ചിന് പകരം ഇവിടെ വിന്ധ്യ സത്പുര മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. ഓക്കെ, അവിടെ യമുന റിവർ പറഞ്ഞതുപോലെ ഇവിടെ നർമ്മദ താപ്തി റിവർ ഉണ്ട്. ഇത്തരത്തിലുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കാരണം പൂനെ ക്യാപിറ്റലാക്കി മറാത്ത ഡൈനാസ്റ്റി അധികാരം നടത്തി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ പഠിക്കാനായിട്ടുള്ളത്. മൂന്നാമത് സൗത്തിലെ 3 പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികളുണ്ട്. ഒന്ന് ചോള ഡൈനാസ്റ്റി. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഇന്നത്തെ കറന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സുകൾ, നേഷൻസ് ഏതൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത് വിജയനഗര ഡൈനാസ്റ്റി, അതിൻ്റെ ഫൗണ്ടർ, അതുപോലെ തന്നെ അതിൽ ഫേമസ് ആയിട്ടുള്ള റൂളർ, അവരുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. മൂന്നാമത് ഭാമിനി ഡൈനാസ്റ്റി. ആ പിങ്ക് കളറിൽ, ആ റോസ് പോലെയുള്ള കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഭാമിനി കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൗത്തിൽ ഈ 3 ഡൈനാസ്റ്റികളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെയും പ്രശസ്തമായൊരു സ്ഥലമുണ്ട്, അതാണ് റൈച്ചൂർ എന്ന് പറയുന്നത്. റൈച്ചൂർ ഗ്രാനറി ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അവിടെയും 2 റിവറുകളുണ്ട്, കൃഷ്ണ റിവറും തുംഗഭദ്ര റിവറും. ഓക്കെ, ഈ റൈച്ചൂർ പ്രദേശത്തിന് വേണ്ടി ഈ സദേൺ ഭാഗത്തുള്ള ഡൈനാസ്റ്റി രാജവംശങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്. നിങ്ങൾക്ക് ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മിഡീവിയൽ ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കണം. 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യ, ആ കാലഘട്ടത്തിലെ ഇന്ത്യയാണ് മിഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, സെന്റേഴ്സ് ഓഫ് പവർ എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ നമ്മെ ഭരിച്ച ആളുകൾ, അധികാര കേന്ദ്രം. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന്, നോർത്തിലെ ആരൊക്കെ, വെസ്റ്റിലെ ആരൊക്കെ, സൗത്തിലെ ആരൊക്കെ. നോർത്തിലെ പ്രധാനപ്പെട്ട ആ സ്ഥലം ഏതൊക്കെ, വെസ്റ്റിലെ പ്രധാനപ്പെട്ട സ്ഥലം ഏത്, സൗത്തിലെ പ്രധാനപ്പെട്ട സ്ഥലം ഏത്, എന്തുകൊണ്ടാണ് ആ സ്ഥലം വന്നത്, അതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്താണ്, ആരൊക്കെയാണ് ഇവിടെ ഭരിച്ചത്, അവരുടെ
പ്രോമിനൻ്റ് ആയ ലീഡേഴ്സിൻ്റെ പേര്, അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ ഇയർ, അവരുടെ കാലഘട്ടത്തിൻ്റെ ഇയർ, വർഷം, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. അപ്പോൾ എല്ലാ മക്കളും ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.